നമസ്കാരം. ഇന്നലെ ക്രിസ്മസിന്റെ ആഘോഷത്തിലായിരുന്നു രാജ്യം. ആ സമയത്താണ് നൈജീരിയൻ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയത്. അതായത് ശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയതെന്നാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിലാണ് ISനെതിരായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരതയെ വളരാൻ തന്റെ ഭരണകാലത്ത് അനുവദിക്കില്ല എന്ന് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിൽ പങ്കുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭീകര സംഘടനയ്ക്ക് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവ വികാസം ഉണ്ടായത്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമായ കണക്കില്ല. മേഖലയിലെ ക്രിസ്ത്യൻ ഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂര കൊലപാതകങ്ങൾക്കുള്ള മറുപടിയാണ് ആക്രമണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. തന്റെ നിർദ്ദേശപ്രകാരം സൈന്യം നിരവധി ആക്രമണങ്ങൾ നടത്തിയതായും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ട്രൈക്കുകൾ എന്നാണ് അദ്ദേഹം ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചത്. ഇന്ന് രാത്രി കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ തന്റെ നിർദ്ദേശപ്രകാരം വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ IS തീവ്രവാദികൾക്കെതിരെ അമേരിക്ക ശക്തവും മാരകവുമായ ഒരാക്രമണമാണ് ക്രിസ്മസിന്റെ അന്ന് നടത്തിയത്. അതായത് ഇന്നലെ അവർ കാലങ്ങളായി നിരപരാധികളായ ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കുകയും ക്രൂരമായി കൊല്ലുകയും ചെയ്തു. നമ്മുടെ സൈന്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. മരിച്ച തീവ്രവാദികൾ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. തന്റെ നേതൃത്വത്തിൽ രാജ്യം തീവ്രവാദത്തെ വളരാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും അമേരിക്കൻ സേനയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്നും ട്രംപ് പറഞ്ഞു. US സൈന്യത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് നൈജീരിയയിലെ ആക്രമണമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേസമയം നൈജീരിയൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ആക്രമണമെന്നാണ് US സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നൈജീരിയൻ ഭരണാധികാരികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിരവധി IS ഭീകര ക്യാമ്പുകൾക്ക് നേരെയും ഭീകരരെയും വധിച്ചതായി US ആഫ്രിക്കൻ കമാൻഡ് എക്സ്പോസ്റ്റിൽ പറഞ്ഞത്. പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത് നൈജീരിയയിൽ നടപടിയെടുത്ത തന്റെ വകുപ്പിന്റെ സന്നദ്ധയെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൈജീരിയൻ ഗവൺമെന്റിന്റെ പിന്തുണയ്ക്കും അതോടൊപ്പം തന്നെ സഹകരണത്തിനും നന്ദിയുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. അടുത്തിടെ നൈജീരിയയിൽ ക്രിസ്ത്യൻ ഭാഗങ്ങൾക്ക് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്തുകയും നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയുമൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. വർഷങ്ങളായി IS ബോക്കോ ഹറാം തുടങ്ങിയ ഭീകര സംഘടനകളിൽ നിന്ന് നൈജീരിയ നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ട്. ക്രിസ്ത്യൻ ഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയക്കെതിരെ US വിസ നിയന്ത്രണങ്ങൾക്ക് മേൽ വലിയ രീതിയിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യം, അതായത് കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ ആയി US പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് രാജ്യത്തെ സൈനികരുമായി അല്ലെങ്കിൽ രാജ്യത്തെ സൈനികമായ ഒരു നീക്കം US ഇടപെട്ടിരിക്കുന്നത്.